ഹായ് ഹലോ പ്രിയ പ്രേക്ഷകരെ, എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എന്റെ ഈ കൊച്ചു ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഷോർട്സ് എങ്ങനെ നമുക്ക് ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്യാം, അതോടൊപ്പം തന്നെ ഷോർട്സിൽ എങ്ങനെ തമ്പനയിൽ ആഡ് ചെയ്യാം എന്നുള്ളതാണ്. പലർക്കും അറിയില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. ഇത് നിങ്ങൾക്ക് രണ്ട് രൂപത്തിൽ ചെയ്യാൻ പറ്റും. അതായത് ഒന്ന് ഒരു തമ്പനയിൽ ഉണ്ടാക്കി ആഡ് ചെയ്തതിനു ശേഷം ആഡ് ചെയ്യുന്നതും, മറ്റൊന്ന് നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തമ്പനയിൽ ഉണ്ടാക്കുന്നതിനെ പറ്റിയും. അപ്പോൾ ഈ കാര്യം നിങ്ങൾ പലർക്കും ന്യൂ യൂട്യൂബേഴ്സിന് അറിയില്ല എന്ന് പറയാൻ കാരണം, യൂട്യൂബ് ചെക്കിങ്ങിൽ നമുക്ക് വരുന്ന ചാനലുകൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഇതാണ്. കാരണം ഇവര് നല്ല ഷോർട്സ് ഒക്കെ ആയിരിക്കും ഇടുന്നത്, പക്ഷെ നിങ്ങൾ അതിന്റെ പ്രധാനപ്പെട്ട ഭാഗം നിങ്ങൾ ചേർക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ആ ഒരു ഭാഗം കാണിക്കാൻ അതെവിടെയാണെന്നുള്ളത് ആണ് ഈ വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇനി പലർക്കും ആ വീഡിയോസ് എവിടെയാണ് കാണിക്കുന്നത് അതറിയാം. അവിടെ ഒരു ജസ്റ്റ് അതിന്റെ അടിയിൽ തന്നെ ഉണ്ട്, അവിടെ നിങ്ങൾക്ക് എഴുതി ചേർക്കാൻ. അതായത് നിങ്ങൾക്ക് അവിടെ ക്യാപ്ഷൻ ചേർക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതും ചെയ്യാത്തവർ പലരും ഉണ്ട്. എന്തെങ്കിലും ഒരു ക്യാപ്ഷൻ തന്ന് നമ്മൾ അട്രാക്ട് ചെയ്താലല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് കാണാൻ പറ്റും സുഹൃത്ത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യം ചെയ്യുക. അതിന്റെ തൊട്ടടിയിൽ തന്നെയാണ് ഇത് ഫിൽട്ടർ ചെയ്യുന്നത്. കുറച്ച് ഇരുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നന്നായിട്ട് ഒന്ന് വെളുപ്പിക്കാൻ പറ്റിയ ഒരു ഫിൽറ്ററുകളാണ് അതൊക്കെ അവർ യൂട്യൂബ് തരുന്നത്. അതെല്ലാം നല്ല വെളിച്ചം കൂടുതലാണെങ്കിൽ ഒന്ന് ഇരുട്ടാക്കാൻ പറ്റും, പല രൂപത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാൻ പറ്റും, പല രൂപത്തിൽ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോർട്സ് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് കയറുന്നത്, ഷോർട്സ് എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കയറാത്തത് എന്നൊക്കെ. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് മെസ്സേജ് ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ, നിങ്ങൾ അത് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത് എന്നും തമ്പനയിൽ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതും ഒരു വീഡിയോസ് ആയിട്ട് ഇടൂ എന്നുള്ളത്. നിങ്ങൾക്ക് എന്റെ ചാനലിൽ കിടക്കുന്നുണ്ടാവും, പഴയ വീഡിയോസിലാണ്. പക്ഷെ ഞാൻ അത് ഒരിക്കൽ കൂടി പറയുകയാണ്, ഇത് എങ്ങനെയാണ് നമ്മുടെ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നും എങ്ങനെയാണ് ഷോർട്ട് വീഡിയോസിന്റെ തമ്പനയിൽ ഉണ്ടാക്കേണ്ടത് എന്നുള്ളതുമാണ് ഇന്നത്തെ ഈ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി കാണുക എന്ന് പറയാൻ കാരണം, നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അവിടെ തന്നെ ഈ ഓപ്ഷനുകളും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കും ആ ഓപ്ഷൻ വരാത്തത് കൊണ്ടൊന്നുമല്ല, നിങ്ങൾ കാണാത്തത് കൊണ്ടോ ശ്രദ്ധിക്കാത്തത് കൊണ്ടോ മാത്രമാണ്. ആ ഒരു ഓപ്ഷൻ ശ്രദ്ധിച്ചാൽ ഈ ഷോർട്സിൽ വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വളരെ ഉപകാരപ്രദമാകുന്നതാണ്. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഭാഗം നിങ്ങൾക്ക് എന്താക്കി വെക്കാം, ഷോർട്സ് ആക്കി വെക്കാം. അല്ലെങ്കിൽ ചെറിയൊരു പീസ് മറ്റൊരു ഫോട്ടോ ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഷോർട്സിന്റെ തമ്പനയിലാക്കി വെക്കാം. പ്രധാനപ്പെട്ട ഭാഗം ഷോർട്സിന്റെ ആമുഖമാക്കി വെക്കാം, അല്ലെങ്കിൽ തമ്പനയിലാക്കി വെക്കാം. അല്ലെങ്കിൽ മറ്റൊരു ഫോട്ടോ ആഡ് ചെയ്ത് ആ ഫോട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ തമ്പനയിൽ ഷോർട്സ് തമ്പനയിലാക്കി വെക്കാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭാഗം വെച്ചതിന് ശേഷം അവിടെ നിങ്ങൾക്ക് എഴുതി ചേർക്കാം. ഇത്തരത്തിൽ 2-3 തരത്തിലാണ് ഈ വീഡിയോസ് നിങ്ങളോട് പറയുന്നത്. പുതിയ ആളുകൾ ഇത് ശ്രദ്ധിച്ചാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം നിങ്ങൾ ഒരിക്കലും മറക്കുന്ന ഒരു സ്ഥലമല്ല, വിട്ടുപോകുന്നതാണ്. കാരണം ഈ ഒരു ഓപ്ഷൻ വരുന്ന സ്ഥലത്തിന്റെ തൊട്ടിപ്പുറത്താണ് ക്യാപ്ഷൻ എന്നൊരു ഓപ്ഷൻ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ക്യാപ്ഷൻ എന്നുള്ളത് അവിടെ ക്യാപ്ഷൻ എഴുതി പോകുന്നതാണ്. അവിടെ ആ പേനയുടെ ചിഹ്നമോ അതോ ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അപ്പൊ നേരെ അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നമുക്കൊന്ന് കാണാം. ഇവിടെ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഈ പ്ലസ് ബട്ടൺ എന്നുള്ള ഈ ബട്ടൺ അമർത്തിയതിന് ശേഷം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരും. ഇവിടെ നിങ്ങളുടെ വീഡിയോസ് കയറണമോ, അപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് ഇതേപോലെ നിങ്ങൾ എവിടെയാണ് ഷോർട്ട്, നിങ്ങളുടെ നേരെ ഗാലറിയിലേക്കുള്ള വീഡിയോസ് എടുക്കാൻ യൂട്യൂബ് പറയും. അവിടെ പോയി ഇതേപോലെ ഗാലറിയിൽ നിന്നും നിങ്ങളുടെ ഷോർട്സ് കൊടുന്ന് നിങ്ങൾ അവിടെ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ഞെക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ആഡ് സോങ്സ് എന്ന് കാണാൻ കഴിയും. കാണുന്നില്ലേ, ആഡ് സോങ്സ്. ഇവിടെ നിന്ന് മാത്രമേ നിങ്ങൾ സോങ്സ് എടുക്കാൻ പാടുള്ളൂ. ഇവിടെ കോടിക്കണക്കിന് സോങ്സുകൾ ഉണ്ട്. അത് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾ കോടിക്കണക്കിന് സോങ്സുകൾ, ഇവിടെ കോടിക്കണക്കിന് സോങ്സുകൾ ഉണ്ട്. അപ്പൊ നിങ്ങൾ അവിടെ ഏതെങ്കിലും ഒരു പാട്ടിന്റെ ഒരു വരി അടിച്ചു കൊടുത്താൽ അതിന്റെ കുറെ വേർഷൻ നിങ്ങൾക്ക് കിട്ടും. അതായത് മലയാളം വേണോ, അതിന്റെ കുറെ വേർഷൻ കിട്ടും. അതിന്റെ പല ഭാഗത്തു നിന്ന് കട്ട് ചെയ്തതും, അത് മെയില് പാടിയതും ഫീമെയിൽ പാടിയതും കുട്ടികൾ പാടിയതും മറ്റു പ്രൊഫഷണൽ അല്ലാത്ത കുറെ സിംഗേഴ്സ് പാടിയതുമായിട്ടുള്ള കുറേതും എല്ലാം ഇതൊക്കെ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ഇല്ലാത്തതാണ്. ഈ സോങ്സ് മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ അവിടുന്ന് ഒരു സോങ്സ് ഞാൻ ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇവിടുന്ന് ഞാനൊരു സോങ്സ് നോക്കി, ഞാനൊരു സോങ്സ് പതുക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട സോങ്സ് ഇതാണ്. ഓക്കെ, ഞാനൊരു സോങ്സ് എടുത്തു, സെലക്ട് ചെയ്തു. ഓക്കെ, ഇവിടെ സ്ക്രീനിൽ കാണുന്നത് എന്താണ്, ഇവിടെ ക്യാപ്ഷൻ എഴുതാനുള്ള സ്ഥലമാണ്. ബാക്കിയുള്ള ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെയാണ് പലർക്കും പിഴവ് പറ്റുന്നത്. ഇവിടെ ഈ ക്യാപ്ഷൻ നോക്കി നിങ്ങൾ ഓടി ക്യാപ്ഷനും കാര്യങ്ങളും എഴുതി നിങ്ങൾ പോകും. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഇവിടെ ഒരു സ്ക്വയർ രൂപത്തിൽ കാണുന്നില്ലേ,
അവിടെ നിങ്ങളുടെ വിചാരം അത് അവിടെ കിടക്കുന്നുണ്ടല്ലോ, അതാണ് നിങ്ങളുടെ ഇനി വരാൻ പോകുന്ന പിക്ചർ എന്നാണ്. സത്യത്തിൽ അവിടെ ഒരു പേനയുടെ ഒരു ചിഹ്നം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ പേനയുടെ ചിഹ്നം എവിടെ കണ്ടാലും അവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഓപ്ഷനാണ്. അതായത് യൂട്യൂബിലാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു പേര് ചേഞ്ച് ചെയ്യാനോ ഡിസ്ക്രിപ്ഷൻ എഴുതാനോ മറ്റു കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനാണെങ്കിൽ യൂട്യൂബ് മെയിൻ ചാനലിൽ പോലും ഇത്തരം പേനയുടെ ചിഹ്നമാണ് കൊടുക്കൽ. നിങ്ങൾ തമ്പനയിൽ ഉണ്ടാക്കുന്നുണ്ടോ, അവിടെയും തമ്പനയിൽ ഉണ്ടാക്കാനൊക്കെ നിങ്ങൾ തമ്പനയിൽ ആഡ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, അത്തരത്തിലൊരു പേനയുടെ ചിഹ്നം ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞെക്കിക്കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇത് നോക്കൂ, കണ്ടില്ലേ? ഇങ്ങനെ ഓരോരോ ഫോട്ടോ നമുക്ക് ഇതിന്റെ ഏത് ഭാഗമാണോ വേണ്ടത് ആ ഭാഗം ഉപയോഗിക്കാം. അതല്ല ഇതുമായി യാതൊരു ബന്ധമില്ലാത്തൊരു ഫോട്ടോസ് ഞാനിത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഫോട്ടോസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരു ബന്ധവുമില്ലാത്തൊരു ഫോട്ടോസ് അതും ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം എടുത്തു. ഇതാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ നേരെ നമ്മുടെ ആ ഒരു ഫോട്ടോസ് അവിടെ വന്നു. ഇനിയാണ് ഇവിടെ അടിയിൽ 2 ഓപ്ഷൻ കിടക്കുന്നത്. കണ്ടോ എന്തൊക്കെയാണ് ഓപ്ഷൻ? ഒന്ന് നമുക്ക് ലെറ്റർ എഴുതാനുള്ളതും മറ്റൊന്ന് കളർ ഫിൽറ്ററിങ്ങുമാണ്. അപ്പൊ ഇത് നമുക്ക് ലെറ്റർ എഴുതാനുള്ളത് പല രൂപത്തിലും എടുക്കാം. ലെറ്റർ നിങ്ങൾ അതിങ്ങനെ അടിച്ചു കൊടുത്താൽ മാറ്റി കൊടുത്താൽ പല രൂപത്തിലും. അപ്പൊ അത് നിങ്ങൾ അവിടെ ചെക്ക് ചെയ്താൽ മനസ്സിലാകും കേട്ടോ. 4-5 ചെക്ക് ചെയ്ത് പറഞ്ഞാൽ വളരെ ഈസിയാണ്. ഒരു 2-3 ടൈപ്പ് ലെറ്ററേ ഉള്ളൂ. അപ്പൊ ഞാനിത് ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. മാത്രം ഞാൻ കൊടുത്തു, കണ്ടില്ല? ഇപ്പൊ ഇതാണ് തമ്പനയിൽ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് എന്തും എഴുതി ചേർക്കാം എന്നുള്ളതാണ്. ഇത് നിങ്ങൾ ഓക്കെ കൊടുക്കുമ്പോൾ ഈ ഒരു ഫ്രണ്ടാണ് നിങ്ങൾ ആമുഖമായിട്ട് വരുന്നത്, നിങ്ങളുടെ തമ്പനയിലായിട്ട് വരുന്നത്. ആദ്യം യൂട്യൂബിന്റെ കവർ ഇതായിട്ട് വരുന്നതൊക്കെ ഇതാണ്, ഈ ഒരു പോർഷനാണ്. ഇങ്ങനെ ഏത് ഭാഗമാണ് ഏത് ഫോട്ടോയാണെന്ന് വേണ്ടത് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇത് വളരെ വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഈ അവസാനം കിടക്കുന്ന ഒരു ഫോട്ടോ നിങ്ങൾ വെറുതെ ആഡ് ചെയ്തില്ല, ഇതെടുത്തിട്ട് ഇവിടെയും നിങ്ങൾക്ക് പേര് ആഡ് ചെയ്യാം. ഇങ്ങനെ ഒരു ഫോട്ടോ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ നമ്മുടെ വീഡിയോസ് അവർക്ക് പ്രേക്ഷകരെ എന്താ പറയാ ആകർഷിക്കാൻ പറ്റുന്ന ഒരു ഫോട്ടോ ഇല്ല എന്ന് നമുക്ക് തോന്നുമ്പോഴാണ് നമ്മൾ ഇത്തരത്തിൽ പുറത്തുനിന്ന് ഒരു ഫോട്ടോ വെച്ചിട്ട് പ്രേക്ഷകരെ കൊണ്ടുവരുന്നത്. അപ്പൊ ഈ ഒരു ഫോട്ടോ കണ്ടിട്ട് ഇത് കാണാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂട്യൂബിലേക്ക് വരും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇഷ്ടം പോലെ പല ഫോട്ടോസുകളൊക്കെ കണ്ട് നമ്മൾ വളരെ ആകാംക്ഷയോട് കൂടി ഉണ്ടാകും എന്ന് കരുതി അതിൽ ചെന്ന് നോക്കുമ്പോൾ ഒന്നും ഉണ്ടാക്കിയിട്ട് നമുക്ക് നിരാശയായിരിക്കും. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. ചെയ്തതിന് ശേഷം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ക്യാപ്ഷൻ കൊടുക്കുക, മറ്റൊരു യഥാർത്ഥ ക്യാപ്ഷൻ കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ എഴുതുക. തീർച്ചയായിട്ടും ഈ ഓപ്ഷൻ ഒന്നും അവിടെ തരാതിരിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ചെയ്യേണ്ടതാണ്. തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം. ഡിസ്ക്രിപ്ഷൻ കൊടുക്കൂ, അതിന്റെ അടിയിൽ ഹാഷ്ടാഗ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇത് അൾട്ടേഡ് കണ്ടന്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്, അല്ല എന്ന് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളോട് ഇത് ചോദിക്കുന്നുണ്ട് പെയ്ഡ് ആണോ എന്നുള്ളത്, പെയ്ഡ് അല്ല നോ എന്ന് കൊടുക്കുക. ഇങ്ങനെ ഓരോരോ ഓപ്ഷനുകൾ നിങ്ങൾ കൊടുത്ത് പോവുക. അതിൽ ഇറ്റ് ഈസ് നോട്ട് മെയർ ഫോർ കിഡ്സ് എന്നുള്ളത് അത് കൊടുക്കുക. അവിടെ ടാഗ് ലൈൻ ഉണ്ട്, ക്യാപ്ഷനുകളുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, നിങ്ങൾ ആ വീഡിയോ അൺലിസ്റ്റഡ് ആക്കിയതിനു ശേഷം നേരെ നിങ്ങൾ ചെയ്യേണ്ടത് ഇനി നേരെ YT സ്റ്റുഡിയോയിലേക്ക് വരിക. നമ്മൾ എന്തെല്ലാം കൊടുക്കാൻ ബാക്കിയുണ്ടോ എന്നുള്ളത് അവിടെ കാണാത്ത ഒന്ന് ഇവിടെ കൊടുക്കാനുണ്ടാകും. ഹലോ എൻബഡി എന്നുള്ള ഒരു സംഭവം അത് നിങ്ങൾ ഓഫ് ചെയ്യുക, ഓൺ അല്ല ഓഫ് ചെയ്യുക. ഹലോ എൻബഡി ഓഫ് ചെയ്യുക. അതിനുശേഷം മുകളിലേക്ക് നോക്കുക, ടാഗ് ലൈൻ അവിടെ കീവേഡ്സ് കൊടുക്കാനുണ്ടാവും. അവിടെ ആ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള കീവേഡ്സുകൾ എന്ത് ഷോർട്സ് ആണ് എന്നുള്ളത് കറക്റ്റായിട്ട് ഷോർട്സുകൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഷോർട്സുകൾ ഓരോരോ കീവേഡ്സുകൾ കൊടുത്തു പോവുക. സാധാരണ കൊടുക്കുന്ന പോലെ കമന്റ് ബോക്സ് ഓൺ ആണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അലോ റീമിക്സ് ഓൺ ആണോ, ഓക്കെ, അത് അലോ റീമിക്സ് തന്നെ കൊടുക്കുക. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ഓരോന്ന് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരുവിധം എല്ലാം കൊടുത്തു എന്ന് ഉറപ്പിക്കുക. ഓക്കെ, അവിടെ കമന്റ് ബോക്സ് ഓൺ ആണോ എന്ന് നോക്കുക, അലോ റീമിക്സ് അത് തന്നെ കൊടുക്കുക. പിന്നെ സ്റ്റാൻഡേർഡ് ലൈസൻസ് ആണോ എന്നുള്ളത് നോക്കുക. അതൊക്കെ ഒരു പ്രാവശ്യം കൊടുത്താൽ തന്നെ പിന്നെ എല്ലാ വീഡിയോസിനും അത് പിന്നീട് മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അലോ എൻബഡി മാത്രം എല്ലാ വീഡിയോസിനും ഓരോ വീഡിയോസിനും നിങ്ങളോട് ചോദിക്കും. അപ്പൊ അത് അത്തരത്തിൽ മാറ്റി കൊടുക്കാം. ഓക്കെ, അപ്പൊ അത് കൊടുക്കുക. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കയറി പോകുമ്പോൾ പിന്നീട് അവിടെ നമ്മൾ
നിങ്ങൾ അവിടെ വീഡിയോസ് ഫസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങളോട് ചിലപ്പോൾ നിങ്ങളുടെ പ്ലേസ് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടാവും കേട്ടോ. അവിടെ നിങ്ങൾ അത് ഇവിടെ കാണില്ല, അത് അവിടെ മാത്രമേ കാണുള്ളൂ. അപ്പൊ ആ പ്ലേസിന്റെ അവിടെ നിങ്ങൾ കേരള അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലം ഏതാണ്, ഇത് എവിടെയാണ് കാണിക്കേണ്ടത്, ഏത് സറൗണ്ടിൽ നിന്നാണ് അപ്ലോഡ് ചെയ്യുന്നത്, അവിടെ ആ സറൗണ്ടിലുള്ളവർക്ക് ആദ്യം നോട്ടിഫിക്കേഷൻ അയക്കുക എന്നൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് കൊടുക്കാൻ മറക്കരുത്. അപ്പൊ ഇത്തരം ഒരുവിധം എല്ലാ മെയിൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ഫോർമുലകളും എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ ചേർത്തുകൊണ്ട് അൺലിസ്റ്റഡ് എന്നുള്ള ഭാഗത്ത് പോയി പബ്ലിക് എന്നേക്ക് സേവ് നിൽക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെറുതെ ഒരു ഷോർട്സ് ഹാഷ്ടാഗോ ക്യാപ്ഷനോ ഒന്നുമില്ലാതെ വെറും ഡേറ്റോട് കൂടി ഇട്ടാൽ പോലും ചിലത് കയറിപ്പോകും. പക്ഷെ ആ കയറിപ്പോയി 3 ദിവസം കഴിഞ്ഞാൽ അത് അവർ സ്റ്റക്കായി നിൽക്കും. പിന്നീട് ഒരു റിപ്പീറ്റേഷൻ വാല്യൂയോ അല്ലെങ്കിൽ ആളുകൾ സെർച്ച് ചെയ്ത് കാണുകയോ അത്തരത്തിലൊക്കെ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ റിപ്പീറ്റേഷൻ വാല്യൂ ഉള്ള ഒരു സാധനമാണെങ്കിൽ നോട്ടിഫിക്കേഷൻ പോകണമെന്നുണ്ടെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ കൊടുക്കണം എന്നാണ് ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത്. പുതിയ ആളുകൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ അത് അറിഞ്ഞ് വിളിക്കുന്നുണ്ട്. 250 പേർക്കാണ് നമ്മൾ ആ ഒരു ചാൻസ് കൊടുക്കുന്നത് നമ്മുടെ കൂട്ടായ്മയിൽ ചേരാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇത് തികച്ചും ഫ്രീ ആണ് ഈ സർവീസ് എന്നുള്ളത് മനസ്സിലാക്കുക. വാട്സപ്പ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചേർക്കുന്നതാണ്. പലർക്കും ഇതിൽ പല ജെൻസും ലേഡീസും ഒക്കെ മിക്സ് ആവുമല്ലോ, എന്തെങ്കിലും ഒക്കെ ഇഷ്യൂസ് ഫ്യൂച്ചറിൽ വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് പലരും ഭയന്നിട്ടാണെന്നുണ്ടെങ്കിൽ പ്രിയ പ്രേക്ഷകരെ പേടിക്കേണ്ട, ഇതിലേക്ക് വരാൻ താല്പര്യമുള്ളത്. ഇതിന് ജെൻസിന്റെ സെപ്പറേറ്റും നമ്മൾ ലേഡീസിന്റെ സെപ്പറേറ്റും ആയിട്ടാണ് ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. 125 ആൾക്കാർ അതിലും 125 ആൾക്കാർ ഇതിലും എന്നുള്ള 50 ദിവസം അടങ്ങുന്ന ഒരു കോഴ്സാണ്. 50 ദിവസം നമ്മൾ തികച്ചും ഫ്രീ ആണെന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു. 50 ദിവസം ആണ് ഈ ഒരു കോഴ്സ്. നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് തരുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് യൂട്യൂബിനെ പറ്റി അറിയുന്നത് നിങ്ങൾക്ക് മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അടുത്ത മാസം ആണ് ഇത് സ്റ്റാർട്ട് ആകുന്നത്. അടുത്ത മാസം 1-ാം തീയതി ആയിരിക്കും നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതുവരേക്കും നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആളുകളെ മാത്രമേ എടുക്കൂ എന്നുള്ളതും കൂടി ഒരു അണ്ടർലൈൻ ചെയ്ത് പറയാം. കാരണം ഇത് ഈ 250 പേരിൽ 50%, 50% ആളുകൾക്ക് മോണിറ്റൈസേഷൻ ഈ 50 ദിവസം കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്തരക്കാർക്ക് കുറച്ച് ആപ്റ്റ് ആയിട്ടുള്ള ചെയ്യാൻ നിങ്ങൾ കഷ്ടപ്പെടാൻ 50 ദിവസം കഷ്ടപ്പെടാൻ തയ്യാറാണ് എന്നുള്ളവർക്ക് മാത്രമേ നമ്മൾ ഇത് കൊടുക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങളുടെ ചാനലിന്റെ ലിങ്കോ അല്ലെങ്കിൽ പുതിയ ചാനൽ തുടങ്ങുന്നവരാണെങ്കിൽ ഓഫ്കോഴ്സ് നമ്മൾ അപ്പൊ തന്നെ ഒരു എൻട്രി ചെയ്യും. പഴയ ചാനലാണെങ്കിൽ ചാനൽ ചെക്ക് ചെയ്തിട്ടേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരമുള്ള നല്ലൊരു വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.